എന്താ അമ്മു? ശാരദ ചേച്ചി മോനും വരുന്നുണ്ട്. ഒന്ന് വേഗം കയറി വാടാ. അവന്റെ ഒരു നടത്തം. വാ. ചേച്ചി മോനെ വിജു, ചേച്ചി തനിച്ചുള്ളോ? പിന്നെ അല്ലാണ്ട്. അല്ല ചേട്ടൻ? ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഒരു ചേട്ടൻ, അത് പണ്ടേ അറിയാവുന്ന എന്തെങ്കിലും ആർത്ത് മുറിച്ച് കളയേണ്ടി വരുന്നു. പിന്നെന്താ ഇത്രയും വൈകിയുള്ള മനപ്രയാസം? ഭർത്താവെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ലോകം ജീവിക്കാൻ പറ്റിയില്ലേ? ആ പേര് പണ്ടും ചേച്ചിക്കില്ല. പിന്നെന്താ ഇവനെ ഓർത്തിട്ടാ? എടാ നാം കടിക്കാതടാ. 100 തവണ പറഞ്ഞിട്ടുണ്ട് നാം കടിക്കരുതെന്ന്. വേണ്ടാത്ത സകല സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. മടുത്തു. കൊതിയും മതിയും തീർന്നു. എന്റെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ. ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ വേറെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ. ഷോ, ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നതിന് നീ എനിക്കൊരു സമ്മാനം തരണം. ചേച്ചി എന്തൊക്കെ തന്നെ ആയാലും. ഓ, ഉപദേശിക്കാനുള്ള പുറപ്പാടാവും. എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണ്ടേ, കഴിയുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് മനസ്സില്ല, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളടുത്ത് വിശ്വാസം ഉണ്ടാവും. അത് രണ്ടും ഇല്ലാത്തടത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചിറക്കി നിൽക്കണം? നെവർ. അവർക്ക് എന്ത് ഫ്രീഡം വേണമെങ്കിലും ആവാം. ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? എന്നെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട. ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ, അതാർക്കും മനസ്സിലാവില്ല. എടാ അത് വലിച്ച് പൊട്ടിക്കാതടാ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താ അതപ്പ പൊട്ടിക്കും. ചേച്ചി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കുറച്ച് കഴിയട്ടെ. വല്ലാത്ത ക്ഷീണം. എനിക്കിത് കിടക്കണം. അല്ല മോളെ, എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് എന്റെ കാര്യം ചോദിക്കാൻ മറന്നു. സുഖല്ലേ? നാളെ കത്തൊക്കെ വരാറുണ്ടോ? ഉവ്വ്. ഞാനൊന്ന് കിടക്കട്ടെ. ശരി. ദേ വീട് കാണിക്കരുത്. അമ്മ, ശങ്കരേട്ടാ, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കേ. അമ്മ ഇതോടൊക്കെ എടുത്ത് വെച്ചേ. വാ മതി. മതി, എന്റെ വയറിനറിഞ്ഞു. ഇനിയും കഴിച്ചാ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാലേ ആന്റി തുന്നിത്തരാം. Now Biju is a very nice boy. ആ പെണ്ണെവിടെ പോയി? ഇതാ വരുന്നു. ഇനി നിന്റെ അടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? ചൂടാക്കുമായിരുന്നു. എടാ, നിനക്ക് താഴെ ഇറങ്ങിയിരുന്ന ആഹാരം കഴിച്ചൂടെ? കേക്കെ, നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കും. അമ്മയും അച്ഛനും എപ്പോഴും ദേഷ്യ, അനങ്ങിയ ചീത്ത പറയും. എനിക്കിഷ്ടല്ല. ആഹാ, അങ്ങനെ പറയില്ലേ. മോന്റെ അച്ഛനമ്മയല്ലേ. രേഖേ, ആ കാറിന്റെ താക്കോലെന്താ? എന്തിനാ ചേച്ചി? എനിക്കിത് ഡോക്ടറിന്റെ അടുത്ത് പോണം. എന്ത്? ജസ്റ്റ് ഫോർ എ ചെക്കപ്പ്. വല്ലാത്തൊരു തളർച്ച, വേറൊന്നുമില്ല. എന്നാ ഞാൻ കൂടെ വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ചേച്ചി, ഞാനും വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വരാൻ തുടങ്ങിയ കിണിങ്ങി കൊണ്ട് ബിജുവും വരും. പോകുന്നിടത്തൊക്കെ അവനെയും വലിച്ചു കെട്ടിക്കൊണ്ടുപോവാൻ എനിക്കിഷ്ടമല്ല. നീ ആ താക്കോലിഞ്ഞെടുക്ക. ആ ജെട്ടിയിൽ ബോട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. നീ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ വേണ്ട മോളെ. ചേച്ചിക്കാണ് ഇപ്പൊ ക്ഷീണം. ആ, ശരീരത്തിന് സുഖം ഉണ്ടാവണമെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം. പറയുമ്പം ചേച്ചിക്ക് ശുണ്ഠിയാവും. എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര എണ്ണ താഴ്ന്നു കൊടുക്കുക? ഭൂമിയോടും ക്ഷമിക്കാം, പക്ഷേ പിന്നെയും ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയ ഉള്ളില് കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിയിട്ടുള്ളൂ. ഒടുവിലൊപ്പത്തിന് നിന്ന് ധിക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞു വീണത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്കും
മാത്രമേ അറിയാവൂ. മോള് പോയി കിടന്നോളൂ. ഡോക്ടറെ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ വല്ലാണ്ട് തോന്നി. എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ. ചേച്ചിയുടെ നേച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു. പക്ഷേ രേഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഷീ നെവർ ടോൾഡ് മീ. അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചു പറയുമായിരുന്നു. ഹർ കണ്ടീഷൻ ഈസ് സോ സീരിയസ്. ഇത് ഇത്രയും നാൾ നിങ്ങളെപ്പോലും അറിയിക്കാണ്ട് എ പെക്കൂലിയർ ടൈപ്പ് ഓഫ് വുമൺ. വെരി സ്ട്രേഞ്ച്, റിയലി സ്ട്രേഞ്ച്. നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് വുഡ് ബി ഡൺ. ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അദ്ദേഹം സ്ഥലത്തില്ല. ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ്. ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. റേദർ എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എപ്പോ വേണമെങ്കിലും എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഐ സജസ്റ്റ് യു ബെറ്റർ പുട്ട് ഹർ ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജിലായ കൊള്ളാം. ഞാനൊരു ആംബുലൻസ് വിളിക്കാം. ഡോക്ടർ തോമസ് ആംബുലൻസ് അയച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? ചേച്ചി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ചെക്ക് ഇറ്റ് പ്ലീസ്. മോളെ, ചേച്ചി, ബിജു എന്റെ കുട്ടിക്ക് ആരെന്നുണ്ടായാൽ അവനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കരുത് മോളെ. ഞാനില്ലേ ചേച്ചി? ഡോണ്ട് സ്ട്രെയിൻ യുവർസെൽഫ്. ശാരദ, റിലാക്സ്. സംസാരിക്കാതിരിക്കൂ. ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് ഞാൻ ഒരിക്കലും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് സ്നേഹം അടക്കിക്കൊണ്ട് പിണങ്ങിയും തല്ലിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എരിഞ്ഞു തീരുന്നു എനിക്കറിയാം. സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൻ സങ്കടപ്പെടില്ലേ? അവനൊരിക്കലും സങ്കടപ്പെടരുത്. അമ്മയെ വെറുത്തോട്ടെ. എന്നാലും ചേച്ചി, മോനെ